ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ പകലിൽ നേരുന്നു. ഈ പകലിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ജീവിതത്തിൽ എന്നും മെച്ചമേറിയ ഒരു മേച്ചിൽപ്പുറം തേടി ഓടുന്നൊരു തത്രപ്പാടിലല്ലേ നിങ്ങൾ? ജീവിതയാത്രയിൽ ഓരോ ദിവസവും ഇന്നത്തേക്കാൾ ഉപരി ഒരു മേന്മേറിയ അവസ്ഥയിലേക്ക് ഉള്ള ഒരു ഓട്ടത്തിനിടയിലല്ലേ? ജീവിതത്തിലെ സ്കൂൾ കുട്ടി മുതൽ പ്രായമായവരോട് വരെ ചോദിച്ചാൽ അവർ ഇങ്ങനെ പറയും, അതെ, എന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ മെച്ചമായ ഒരവസ്ഥ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന്, ഇന്ന് ഞാൻ ജീവിക്കുന്ന വ്യവസ്ഥിതിയിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട വ്യവസ്ഥിതിയിലേക്ക്, ഒരു മെച്ചപ്പെട്ട ചുറ്റുപാടിലേക്ക് അല്ലേ നാം ഈ ഓടുന്നത്? പലപ്പോഴും ഇന്ന് നമ്മളുടെ കയ്യിലുള്ള സമ്പത്തിനേക്കാൾ അധികമുള്ളൊരു സമ്പത്ത് നാം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം താമസിക്കുന്ന ഭവനത്തെക്കാൾ ഈ അല്പവും കൂടെ മേന്മയേറിയ ഒരു ഭവനം നാം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ഡ്രൈവ് ചെയ്യുന്ന, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെക്കാൾ അല്പവും കൂടെ നല്ലൊരു വാഹനം നാം ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും മാനുഷികമായ നിലയിൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റല്ല. പക്ഷേ ഈ തത്രപ്പാടിനിടയിൽ നാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ ജീവനെ നഷ്ടമാക്കിയാൽ എന്തോന്നു പ്രയോജനം? ഈ പകലിൽ ഈ തത്രപ്പാടിൻ്റെ ഓട്ടത്തിനിടയിൽ നിന്റെ ആത്മാവിൻ്റെ വില, നിന്റെ ജീവന്റെ ഏറ്റവും വിലയേറിയതായ ആത്മാവിൻ്റെ അതിൻ്റെ വിലയെ നീ മറന്നു പോകരുതേ. അതെ, നിന്റെ ഈ ലോക ജീവിതത്തെക്കാൾ ഉപരി ഈ ലോക ജീവിതത്തിൽ ഒരു പക്ഷേ നിന്റെ ഈ തത്രപ്പാടുകളെല്ലാം ഏറെയായാൽ 70 or 80 വർഷങ്ങൾക്കുള്ളിൽ തീർന്നിരിക്കാം. അതിനൊപ്പം നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു മരണാനന്തര ജീവിതം, അതെ, നിത്യതയോളം എത്തിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നീ കാണാതെ അവഗണിച്ച് ഈ പകലിൽ നീ നിന്റെ തത്രപ്പാടിനിടയിൽ ഓടുന്നുണ്ടെങ്കിൽ, ഈ പകലിൽ എന്നെ കേൾക്കുന്ന സഹോദര, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ഈ ലോകത്തിൽ നിനക്ക് നേടാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിനക്ക് നേടാവുന്ന സമ്പത്തിനൊരു പരിധിയുണ്ട്. നിനക്ക് നേടാവുന്ന സമാധാനത്തിനൊരു പരിധിയുണ്ട്. നിനക്ക് നേടാവുന്ന മാന്യതയ്ക്കൊരു പരിധിയുണ്ട്. പക്ഷേ ഈ പകലിൽ നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിപ്പോയാൽ ഇതൊന്നും നിന്റെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയും തരില്ല. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ, അതെ, നിന്റെ ആത്മാവിൻ്റെ ജീവനെ വിലയേറിയതായി കണ്ട ആ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിങ്കിലൂടെ ആ രക്ഷ പാപികളായ നമുക്ക് തന്നുവെങ്കിൽ, അതെ, ആ രക്ഷ തന്ന ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവാൻ, അവൻ കാട്ടിത്തന്ന പാതയിലൂടെ യാത്ര ചെയ്യുവാൻ, അതെ, വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, ഈ ലോകത്തിന്റെ തത്രപ്പാടിനിടയിൽ ആത്മാവിനെ നഷ്ടമാക്കാതെ ആ നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഈ പകലിൽ നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.